ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്, ഗുരുവായൂർ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരി, മൂകാംബിക ക്ഷേത്രം തന്ത്രിയും മുഖ്യ അർച്ചകനുമായ നരസിംഹ അടിക, തന്ത്രി സുബ്രഹ്മണ്യ അടിക, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരി, മുൻ ബദ്രീനാഥ് റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരി തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിൽ പൂജകൾ. മുൻ ശബരിമല മേൽശാന്തിമാരായ എഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരി, കൊട്ടാരം ജയരാമൻ നമ്പൂതിരി, പുത്തില്ലം മഹേഷ് നമ്പൂതിരി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 50ഓളം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ. മഹാഗണപതി ഹോമം, മഹാചണ്ഡികാ ഹോമം, ശ്രീചക്ര നവാവരണ പൂജ, സുദർശന ഹോമം, സുഹൃത ഹോമം, നവഗ്രഹ പൂജ, ശ്രീചക്രാബ്ജ പൂജ, അന്നപൂർണേശ്വരി പൂജ, രാജരാജേശ്വരി പൂജ, ശ്രീ അയ്യപ്പ പൂജ, ബദ്രീശ പൂജ, ശ്രീ ഗുരുവായൂരപ്പൻ പൂജ, ശ്രീ മൂകാംബികാദേവി പൂജ, മഹാമൃത്യുഞ്ജയ ഹോമം, വിഷ്ണു സഹസ്രനാമ ജപം, ലളിതാ സഹസ്രനാമ ജപം, വേദജപം, നവാവരണ കൃതി ആലാപനം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. മാതൃസ്നേഹം ഒരിക്കലും മായില്ല. കണ്ണപുരം മാണിക്യം തറവാട്ടിൽ അമ്മയുടെ ശ്രാദ്ധ ദിനത്തിൽ നടത്തിയ ചടങ്ങുകൾ അമ്മയുടെ സ്നേഹത്തിനും ഓർമ്മകൾക്കും അവർ എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പാപ്പിനിശ്ശേരി പൊയിൽ കാർത്യായനി അമ്മയുടെ 2ാം ചരമവാർഷികം പ്രമാണിച്ച് അമ്മയുടെ ആത്മാവിന് നിത്യശാന്തിക്കായി മക്കൾ നടത്തിയ ആത്മസമർപ്പണം. സ്വാമിയേ ശരണമയ്യപ്പ. പാപ്പിനിശ്ശേരി പൊയിൽ തറവാട് കാർത്യായനി അമ്മയുടെ അനുസ്മരണാർത്ഥം 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അവരുടെ മക്കൾ ഇവിടെ വലിയൊരു ധാർമ്മിക സദസ്സാണ് കൂട്ടിയിട്ടുള്ളത്. ഗീതയിൽ ഭഗവാൻ പറയുന്നത്, നമ്മൾ സമ്പാദിക്കുന്ന ധനം നമ്മളുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതിനുമപ്പുറത്ത് ധാർമ്മിക ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കണമെന്നാണ്. ഇന്ദ്രിയാരാമോ മോഹം പാർത്ഥസജീവതി എന്ന് പറയും. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ പാപമാണ് ശ്വസിക്കുന്നത്, പാപമാണ് അവൻ എല്ലായിടത്തും പരത്തുന്നത് എന്ന് പറയും. ഇവിടെ അതിനുമപ്പുറത്തേക്ക് ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രമേശ് നമ്പ്യാരും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ഒക്കെ തന്നെ അവരുടെ മക്കളൊക്കെ തന്നെ ചേർന്നിട്ട് ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള തന്ത്രിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൂജകളും ഹോമങ്ങളുമാണ് നടന്നിട്ടുള്ളത്. 2 ദിവസങ്ങളിലായി പ്രൗഢഗംഭീരവും അവിസ്മരണീയവുമായ ചടങ്ങുകൾ. കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരസിംഹ അടികയുടെ കാർമ്മികത്വത്തിൽ നടന്ന മഹാചണ്ഡികാ ഹോമത്തോടുകൂടിയാണ് 2 ദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കമായത്. മനുഷ്യജീവിതത്തിൻ്റെ 4 ലക്ഷ്യങ്ങളായ പുരുഷാർത്ഥം കൈവരിക്കാൻ നമ്മെ സഹായിക്കുന്നതിന് ചണ്ഡികാദേവിയുടെ പ്രീതി വേണം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ കൈവരിച്ചാൽ മാത്രമേ ഒരു മനുഷ്യജന്മം പൂർണ്ണമാവുകയുള്ളൂ. ഇത് സാധ്യമാകണമെങ്കിൽ ആദിപരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകണം.
കലിയുഗത്തിൽ മനുഷ്യരിലെ ആസുര ശക്തികളെ ഇല്ലാതാക്കണമെങ്കിൽ സാക്ഷാൽ മഹാദേവിയുടെ കൃപ നമ്മിൽ ഉണ്ടാകണം. ശക്തി പരമേശ്വരിയുടെ പൂജയും ഉപാസനയും ഒന്നുകൊണ്ട് മാത്രമേ വർത്തമാനകാലത്ത് നമുക്ക് രക്ഷയുള്ളൂ. അസുര നിഗ്രഹത്തിനായി അവതരിച്ച ദേവി മഹിഷൻ, ശുംഭനിശുംഭൻ, ധൂമ്രലോചനൻ, ചണ്ഡമുണ്ടന്മാർ, രക്തബീജൻ എന്നീ അസുരന്മാരെ നിഗ്രഹിക്കുന്നു. മഹാദേവി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദിപരാശക്തിയാണ് ശ്രീ മൂകാംബികാദേവി, അതായത് സാക്ഷാൽ ചണ്ഡികാദേവി. ഭുവനൈക മാതാവായ ശ്രീ ചണ്ഡികാദേവിയുടെ ഇഷ്ടപൂജയാണ് ചണ്ഡികാഹോമം. അതിബൃഹത്തായ ദേവീ മഹാത്മ്യത്തിലെ പരമപ്രധാനമായ 700 മന്ത്രങ്ങൾ പാരായണം ചെയ്ത് നടത്തുന്ന അതിവിശിഷ്ടമായ ഹോമമാണ് ചണ്ഡികാഹോമം. സുവാസിനി പൂജയും കന്യകാപൂജയും നടന്നു. തുടർന്ന് മംഗളാരതി നടന്നു. ഉച്ചയോടെയാണ് ചണ്ഡികാഹോമം സമാപിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ശ്രീചക്ര നവാവരണ പൂജ നടന്നു. ശ്രീചക്രം പൂജിക്കുമ്പോൾ ആദിപരാശക്തിയായ ലളിതാദേവിയെയും ശിവശക്തി ചൈതന്യത്തെയും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഈ പ്രപഞ്ചത്തെ ആകെയും പൂജിക്കുന്ന ഫലമാണ് ലഭിക്കുന്നത്. ഇതിലൂടെ മാതാപിതാ ഗുരുദൈവം എന്ന പൂജാ സങ്കല്പമാണ് പരിപാലിക്കപ്പെടുന്നത്. ത്രൈലോക്യമോഹനം, സർവാശാപരിപൂരിതം, സർവസംക്ഷേപണം, സർവസൗഭാഗ്യദായകം, സർവാർത്ഥസാധകം, സർവരക്ഷാകരം, സർവരോഗഹരം, സർവസിദ്ധിപ്രദം, സർവാനന്ദമയം എന്നീ പേരുകളിൽ ശ്രീചക്രത്തിലെ 9 പേരുകൾ അറിയപ്പെടുന്നു. ശ്രീചക്ര യന്ത്രത്തിൻ്റെ മധ്യത്തിലുള്ള ബിന്ദു ശിവൻ്റെയും ശക്തിയുടെയും പ്രപഞ്ച ആത്മീയ ഐക്യത്തിൻ്റെയും പ്രതീകാത്മക പ്രതിനിധാനമാണ്. ശ്രീചക്രത്തിൻ്റെ ശക്തിക്ക് പുറമെ അത് എണ്ണമറ്റ ദേവതകളെയും ഉൾക്കൊള്ളുകയും മുഴുവൻ സൃഷ്ടികളെയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. ശ്രീചക്ര പൂജയിൽ എല്ലാ ദേവതകളെയും ശ്രീചക്ര രാജനിലയ എന്ന് പറയും. ശ്രീചക്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവതയെ ദുർഗയായിട്ടും കാളിയായിട്ടും സരസ്വതിയായിട്ടും ത്രിപുരസുന്ദരിയായിട്ടും ഒക്കെ തന്നെ ആ ദേവതയെ ആ പത്മങ്ങളിൽ, സാധാരണ ഒരു പത്മത്തിൽ വിളക്കോ അല്ലെങ്കിൽ ഉപാധികളോ വെച്ചിട്ടാണ് ആരാധന ചെയ്യുക. ഇവിടെ ആ ശ്രീചക്രമേ ദേവതയാണ്. ആ ദേവതയാണ് ഇവിടെ ആരാധിച്ചിട്ടുള്ളത്. ശ്രീചക്ര പൂജയോടൊപ്പം കാസർഗോഡ് യോഗേഷ് ശർമ്മയുടെ നേതൃത്വത്തിൽ നവാവരണ കൃതി ആലാപനം നടന്നു.
കുറ്റ്യാട്ടൂർ ശ്രീ ശങ്കര വിദ്യാനികേതനിലെ കുമാരി ലക്ഷ്മി നന്ദ അവതരിപ്പിച്ച ഭരതനാട്യവും അരങ്ങേറി. രാത്രി കലാമണ്ഡലം ഹരിനാരായണനും സംഘവും അവതരിപ്പിച്ച കുചേലവൃത്തം കഥകളി അരങ്ങേറി. സതീർത്ഥ്യനോടുള്ള സ്നേഹവും കരുതലും ഒരിക്കലും മായാത്തതാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാട്ടിത്തരുന്ന കുചേലവൃത്തം. കുചേലൻ ശ്രീകൃഷ്ണ സന്നിധിയിൽ എത്തുന്നതും ശ്രീകൃഷ്ണൻ്റെ ആതിഥേയം സ്വീകരിച്ച് മടങ്ങുന്നതുവരെയുള്ള രംഗങ്ങളാണ് അവതരിപ്പിച്ചത്. രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് കാർമ്മികത്വം വഹിച്ചു. വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റി സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയുള്ള മഹാഗണപതി ഹോമം. തുടർന്ന് മഹാമൃത്യുഞ്ജയ ഹോമം നടന്നു. ദശാപഹാര കാലം വളരെ ദോഷകരവും ആയുസ്സിനെ ഹനിക്കാൻ പോലും പര്യാപ്തമാവുമ്പോൾ ശ്രീ മഹേശ്വരനെ പ്രീതിപ്പെടുത്തി മരണഭയത്തിൽ നിന്ന് മോചനം നേടി സമാധാനത്തോടെയും ദീർഘായുസ്സോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കാൻ ശ്രീ മഹേശ്വരൻ്റെ അനുഗ്രഹത്തിനായി നടത്തുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് മഹാമൃത്യുഞ്ജയ ഹോമം. ശിവമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആചാര്യൻ അമൃതവള്ളിയും പേരാൽമൊട്ടും ചമതയും എള്ളും കറുകയും ഹോമാഗ്നിയിൽ ഹോമിച്ചു. മുൻ ശബരിമല മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നവഗ്രഹ പൂജ നടന്നു. പലവിധ ക്ലേശങ്ങൾ കൊണ്ട് അലയുന്നവർക്ക് ഉത്തമ പരിഹാരമാണ് നവഗ്രഹ പൂജ. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നീ 9 ഗ്രഹങ്ങളെയും ഒരുമിച്ച് പൂജിക്കുന്ന നവഗ്രഹ പൂജ. നവഗ്രഹ പൂജ നടന്നു. ഗണപതി ഹോമം നടന്നു. അതുപോലെ തന്നെ അന്നപൂർണേശ്വരി ചെറുകുന്നിൽ അന്നപൂർണേശ്വരിയുടെ പൂജ പുത്തിന മഹേഷ് നമ്പൂതിരി നടത്തി. അതുപോലെ രാജരാജേശ്വരൻ്റെ പൂജ നെടുമ്പള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരി നടത്തി. അതുപോലെ അയ്യപ്പ പൂജ, ഗുരുവായൂരപ്പൻ്റെ പൂജ, ബദരീശൻ്റെ പൂജ, അതുപോലെ മൂകാംബികയുടെ പൂജയൊക്കെ തന്നെ ഇവിടെ പ്രത്യേകം പത്മങ്ങളിൽ വളരെ മനോഹരമായിട്ടുള്ള, അതും പുരളിപ്പുറം നാരായണനെ പോലുള്ള നാഗലശ്ശേരി ഹരിയേട്ടനെ പോലുള്ള ആൾക്കാർ വളരെ ഭംഗിയായിട്ട് ജീവൻ തുടിക്കുന്ന പത്മങ്ങളെന്ന് പറയണം. അത്രയും മനോഹരമായിട്ടുള്ള പത്മങ്ങൾ, അത് കാണുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലൊരു ഭക്തിയാണ്. അതോടൊപ്പം എത്രയോ പരമ്പരയായിട്ട് ഈശ്വരനെ ഉപാസിച്ചിട്ടുള്ളവരുടെ ആ പരമ്പരയിൽപ്പെട്ടിട്ടുള്ള തന്ത്രിവര്യന്മാർ ഒക്കെ തന്നെ ഈ ഒരു കേരളത്തിലല്ല, ഒരു ഭാരതത്തിലല്ല, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഇത്രയധികം വൈവിധ്യമാർന്ന പൂജകൾ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എല്ലാ അർത്ഥത്തിലും ഈ കുടുംബത്തിനും ഈ നാടിനും എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാണ്. ഈ അനുഗ്രഹം ഇവർക്കും ഇവരിലൂടെ കുടുംബാംഗങ്ങളിലൂടെ ഈ നാടിനും എല്ലാവിധത്തിലും ഐശ്വര്യത്തിന് കാരണമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമില്ല. സുദർശന ഹോമം, സുഹൃത ഹോമം, അന്നപൂർണേശ്വരി പൂജ, രാജരാജേശ്വരി പൂജ തുടങ്ങിയവയും നടന്നു. തുടർന്നാണ് 5 തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ ഒരേ സമയം 5 പൂജകൾ നടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ശ്രീ ചക്രാബ്ജ പൂജ നടന്നു.
ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ശ്രീ അയ്യപ്പ പൂജയും ഗുരുവായൂർ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ പൂജയും നടന്നു. മൂകാംബികാ ദേവി പൂജയ്ക്ക് കൊല്ലൂർ മൂകാംബികാ ക്ഷേത്രം തന്ത്രി സുബ്രഹ്മണ്യ അടിക കാർമ്മികത്വം വഹിച്ചു. മുൻ ബദ്രീനാഥ് റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരി ബദ്രീശ പൂജ ചെയ്തു. പൂജയ്ക്കിടയിൽ തന്ത്രിമാരുടെ നേതൃത്വത്തിൽ കാൽ കഴുകിച്ച് ഊട്ട് നടന്നു. മുറ്റത്ത് ആവണി പലകയിട്ട് നിരന്നിരുന്ന ബ്രാഹ്മണരുടെ കാൽ കിണ്ടിയിലെ വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം ഇലയിട്ട് അവർക്ക് ഭക്ഷണം വിളമ്പി. കാൽ കഴുകിച്ചൂട്ടിന് ശേഷം 50ഓളം ബ്രാഹ്മണരുടെ കാർമ്മികത്വത്തിൽ വിഷ്ണു സഹസ്രനാമ അർച്ചന നടന്നു. പ്രശസ്ത സോപാന സംഗീതജ്ഞൻ അമ്പലപ്പുഴ വിജയകുമാർ കീർത്തനങ്ങൾ പാടി. കുറ്റ്യാട്ടൂർ ശ്രീ ശങ്കര വിദ്യാനികേതനിലെ ഭജനസംഘം ശ്രീ ശങ്കരാചാര്യ വിരചിതമായ കീർത്തനങ്ങൾ ആലപിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ തന്ത്രിമാരെയും വിശിഷ്ട വ്യക്തികളെയും ആദരിച്ചു. ആചാര്യ ദക്ഷിണ എന്ന ചടങ്ങും നടന്നു. ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററും ടാറ്റ ഗ്രൂപ്പ് പ്രസിഡന്റും ഗ്ലോബൽ ഹെഡുമായ ഡോക്ടർ രമേശ് നമ്പ്യാരും സഹോദരന്മാരായ മധു നമ്പ്യാർ, മുരളീധരൻ നമ്പ്യാർ, ബാബു നമ്പ്യാർ, രതീഷ് നമ്പ്യാർ എന്നിവർ നേതൃത്വം നൽകി. പൊയിൽ കാർത്തിയായനിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എംപിമാരായ ഡോക്ടർ വി ശിവദാസൻ, അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ, എം വിജിൻ MLA, കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ KH സുബ്രഹ്മണ്യം, BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ, വത്സൻ തില്ലങ്കേരി, ജനതാദൾ S സംസ്ഥാന സെക്രട്ടറി PP ദിവാകരൻ, ഡൽഹിയിലെ പണിക്കേഴ്സ് ട്രാവൽസ് ചെയർമാൻ ബാബു പണിക്കർ, ബാംഗ്ലൂരിലെ പടിക്കൽ ട്രാവൽസ് MD മനോജ് പടിക്കൽ, കണ്ണൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TK രത്നകുമാർ, ക്രൈംബ്രാഞ്ച് SP പ്രജീഷ് തോട്ടത്തിൽ, BJP സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത്, കണ്ണൂർ തഹസിൽദാർ MD സുരേഷ് ചന്ദ്രബോസ് തുടങ്ങി ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ എത്തിയിരുന്നു. രണ്ടു ദിവസവും വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു.
ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.